വിളിച്ച് എത്തുവോ? വിളിച്ചില്ലെങ്കിലേ വരും, വിളിച്ചാ പിന്നെ വരാതിരിക്കുവോ? ഉറപ്പായിട്ടും വരും. ഒന്നല്ല, വൗ ബ്യൂട്ടിഫുൾ. നടന്നു വരുന്നൊക്കെ ഷോ. അയ്യോ, ഇതാരൊക്കെ വന്നിരിക്കുന്നേ? അനിതേച്ചി, സുനിതേച്ചി, വിമലേച്ചിയോ? നമസ്കാരം. മക്കളെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കല്ലേ? പിന്നെ എല്ലാവർക്കും സുഖാണ്. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? യാത്രയോ? അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വരാനുള്ള ദൂരല്ലേ ഉള്ളൂ. പക്ഷെ അങ്ങും ഇങ്ങ് വരെ വർത്താനൊക്കെ പറഞ്ഞ് വരണമല്ലോ. പിന്നെ എത്ര പേരുടെ കാര്യം പറയാനുണ്ട് അല്ലേ കേശു? അയ്യോ, വന്ന കാര്യം മറന്നുപോയി മോളെ. ഹാപ്പി ബർത്ത്ഡേ ശിവാനി മോളെ. നന്ദി ആന്റി, നന്ദി. പെട്ടെന്ന് വിളിച്ചു പറഞ്ഞോണ്ടേ ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല ആന്റി, നമുക്കറിയാലോ. അത് മാത്രല്ല, ഈ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊണ്ട് വരുന്നവര് ചുമ്മാതാ ഷോയ, നമ്മളുടെ സ്നേഹം ഒന്നും കാണൂല. അയ്യോ, അത് ഞാൻ ഇവളോട് പറഞ്ഞായിരുന്നു. എനിക്കറിയാം ആന്റി എങ്ങനെയാന്ന് എനിക്കറിയാം. ആരൊക്കെ വന്നേക്കണേ നോക്ക്. എത്തി നോക്കണ്ട, എത്തിങ്ങ് വരും. അമ്മമ്മ, ഇതെന്താ എല്ലാരും കൂടെ പെട്ടെന്ന് ഈ വഴിക്ക്? ഷോ, ഇത് എന്താ ചോദ്യാ? എന്താ ഈ വഴിക്കുന്നോ? ഇന്ന് ശിവാനിയുടെ പിറന്നാളല്ലേ? ദേ കേശു വിളിച്ചിട്ടാ ഞങ്ങൾ വന്നത് അല്ലേടി? ഇന്ന് ശിവാനിയുടെ പിറന്നാളോ? പിന്നെ ശിവയുടെ പിറന്നാൾ ഇന്ന് തന്നെയല്ലേ? അമ്മൂമ്മക്ക് പ്രായതിനു ശേഷം ഒരു ഓർമ്മയില്ല. ആന്റിമാരെന്തിങ്ങനെ നിക്കണ വന്ന കാലില് അത്തോട്ട് കയറി. അനുതാന്റി, സുനിതാന്റി, വിമലാന്റി എല്ലാവരും വരും. അയ്യോ, அம்மா வேற ஏதாவது ஆயிருக்குமா? போய் பார்க்கலாமா? மூமா, அப்பா അപ്പോഴേ ബർത്ത്ഡേ ആയിട്ട് കേക്ക് മുറി ഒന്നും ഇല്ലേ? കേക്ക് മുറി നമ്മളെ കട്ട് ചെയ്ത്, കാരണം ശിവയ്ക്ക് ഇഷ്ടമല്ല. അത് മാത്രല്ല, കേക്കൊക്കെ മുറിക്കുന്ന പഴഞ്ചനല്ലേ, ഓൾഡ് ഫാഷൻ. നമ്മളൊക്കെ ന്യൂ ജനറേഷൻ അല്ലേ? അത് ഞാൻ ഇവളോട് പറഞ്ഞതാ മോളെ. ആന്റിയുടെ ഒരു കാര്യമേ, എന്തൊരു ബുദ്ധിയാ. ഞാൻ എന്ത് പറഞ്ഞാലും അതൊക്കെ നേരത്തെ ആന്റി അപ്പുറത്ത് ആന്റിയോട് പറഞ്ഞോളൂല്ലേ. അല്ല, സിദ്ധു എന്നാ തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നേ? ഇപ്പൊ പോയി കഴിഞ്ഞാലേ യുദ്ധം ചെയ്യേണ്ടി വരും. നമ്മള് യുദ്ധം ചെയ്യണോ? പിന്നെ ഒരു കൈ നോക്കുന്ന. അയ്യോ, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനൊന്നും അറിയത്തില്ലേ. ഓ, യുദ്ധം ഉണ്ടാക്കാനല്ലേ അറിയത്തുള്ളൂ. എങ്ങനുണ്ട്? ചായക്ക് മധുരവും മുറുക്കിന് ഉപ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ? മുഖം കണ്ട അറിയത്തില്ലേ ചായക്ക് നല്ല മധുരം ഉണ്ടെന്ന്. പാറു, അപ്പൊ എങ്ങനാ തുടങ്ങാം? എന്താടാ? ഏയ്, ചെറിയൊരു ഉത്സവം ശിവ. ആന്റിമാര് എന്നെയും കേശുവിനെ പറ്റിയും പറഞ്ഞുണ്ടാക്കിയ മഹത്തായ കാര്യങ്ങളെ പറ്റി ഞങ്ങൾ അറിഞ്ഞു. എന്ത് കാര്യ മോളെ? അയ്യോ, ഒന്നും അറിയാത്ത പോലെ കൊച്ചു കള്ളി. ആന്റി ചിരിച്ചോണ്ടിരിക്കുന്ന ആന്റി അല്ലയോ പറഞ്ഞേ ഞാൻ ചെന്നൈ പോയിട്ട് അടിച്ചു പൊളിച്ച് അർമാദിക്കുവാന്ന് അല്ലേ ആന്റി? അത് മാത്രല്ലല്ലോ, ഒന്ന് മരടകര ആന്റി. എന്തോ? ഈ ആന്റിമാരെ കണ്ടുപിടിക്കാൻ ഭയങ്കര മിടിക്കുകാരെന്നൊക്കെ നമുക്കറിയാം. പിന്നെ എനിക്കെന്തോ 10-11,000 കാമുകിമാരുണ്ടെന്ന് ആരാ പറഞ്ഞേ? കേശു, ജിലേബി കൊടുക്കട്ടെ അമ്മൂമ്മ, ജിലേബി കഴിക്ക്. അല്ല മുമ്മ, എന്തായാലും അവർക്ക് കാര്യം മുഴുവൻ അറിയാം. നീ പറയത്തില്ലെങ്കിൽ അവർ തപ്പി കണ്ടുപിടിക്കുകയും ചെയ്യും. വെറുതെ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നേ? നമുക്ക് തന്നെ എല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കാം അല്ലേ? പറഞ്ഞു തരട്ടെ ഞങ്ങള്. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ മോളെ. എന്ത് ധൃതി ആന്റി, എന്തെത്ര ധൃതി. ഇരി, കഴിച്ചിട്ട് പയ്യെ പോവാ നമുക്ക്. ഞങ്ങൾക്ക് ഒരുപാട് ജോലികളുണ്ട് വീട്ടിൽ, അതുകൊണ്ടാ. എന്താണ് ആന്റി, ഇനി വേറെ ആരുടെങ്കിലും കാര്യം പോയി തപ്പി കണ്ടുപിടിച്ച് അന്വേഷിച്ചോണ്ട് വരണോ? അതാണോ കാര്യം? അതാണോ പണി? അയ്യോ, ഞങ്ങൾക്ക് ഒറ്റം വരെ പോകാനുണ്ട് മോളെ. എന്ത് വർത്താനം ശിവ നീ പറയണേ? ആ പിടിച്ച ആന്റിമാരും അല്ലെങ്കിൽ തന്നെ നമുക്ക് അവരുടെ അടുത്ത് ബഹുമാനം ഇല്ലെന്നാണ് അവര് പറയണത് അല്ലേ?
മൂന്ന് ആന്റിമാരും കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുക നല്ല ബഹുമാനത്തോടു കൂടെ. ഇനി മേല എന്നെ പറ്റിയോ കേശുവിനെ പറ്റിയോ ഈ കുടുംബത്തിലെ ആരെങ്കിലും പറ്റിയും നിങ്ങൾ എന്തെങ്കിലും അപവാദം പറഞ്ഞുണ്ടാക്കി എന്ന് നമ്മൾ ആരെങ്കിലും അറിഞ്ഞാ ഞങ്ങൾ ആ പറഞ്ഞുണ്ടാക്കുന്നവരെ നിയമപരമായും കായികപരമായും നേരിടാനാണ് ഞങ്ങളുടെ തീരുമാനം. അതിപ്പം കള്ളിശാപ്പി ഇരുന്ന് കുശുകുശുക്കണവരാണെങ്കിലും ശരി തന്നെ, മേടയിലിരുന്ന് താളത്തിൽ പറയണവരാണെങ്കിലും ശരി തന്നെ. കേശു ഓ ഡീൽ ചെയ്യാം. എൻ്റെ പൊന്നു ചേച്ചിമാരെ, കുറെ കൊല്ലമായിട്ട് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമല്ലേ. നിങ്ങളെല്ലാവരും സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അമ്മമാരെ പോലെയാണ്. എന്നിട്ടാ നിങ്ങള് നമ്മളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണത്? മോശമല്ലേ അത്? എന്തായാലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആന്റിമാർക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിലേ ആ സന്തോഷത്തിൽ നമുക്കൊരു ലഡ്ഡു കഴിച്ചു പിരിഞ്ഞാലോ? വേണ്ട മോളെ, ഷുഗറാ. 3 പേർക്കും?